ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ നമുക്ക് കുറച്ച് വെണ്ടയ്ക്കയും ഒരു 2 മുട്ടയൊക്കെ ഉണ്ട്. ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടേ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട നമുക്ക് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിന് ഞാനിവിടെ ഒരു സോസ് പാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മുട്ട 2 ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങുന്ന പോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പം നിങ്ങൾക്കിത് കുക്കറിൽ വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം കേട്ടോ, അധികം സമയമൊന്നും ഇല്ലെങ്കിൽ. അപ്പോഴും ഞാനിത് സാധാരണ 2 ഉള്ളൂ, അതുകൊണ്ടൊരു സോസ് പാനിൽ അങ്ങ് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പം നമുക്കിതിനി അടുപ്പത്തേക്ക് മാറ്റാം. ഇനി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് നമുക്കിനി ഒന്ന് കട്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വെണ്ടയ്ക്ക അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ തലയും വാലും, അതായത് ഈ ഭാഗവും പിന്നെ ആ വാലിൻ്റെ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളയുക ആദ്യം. ഇനി ഓരോ വെണ്ടയ്ക്കയും ഇതുപോലെ ഈ വലുപ്പത്തിന് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതായത് ഈ വലുപ്പത്തിനുള്ള ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരെണ്ണം ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഈ ഒരു സൈസിന് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ വഴുവഴുപ്പൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി കിട്ടും. അപ്പോൾ അതാണ്ട് ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം, എണ്ണ ഒന്നും ചേർക്കണ്ട. അപ്പം നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഇപ്പം തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പം ഞാനൊരു 5 ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട് ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിന് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ട് ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ പാനിൽ നിന്ന് മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റുന്നുണ്ടേ. ഇനി വീണ്ടും സെയിം അതേ പാനിലോട്ട് തന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ വെണ്ടയ്ക്കയുടെയൊക്കെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു ഭാഗം വരെയും നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതുപോലെ അത്യാവശ്യം ഇങ്ങനെ ഒന്ന് വലുതായിട്ട് കട്ട് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ചധികം സമയം എടുക്കും വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താലും മതിയാവും. ഇപ്പോൾ ദാണ്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കണ്ടോ, ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് ഈ വെണ്ടയ്ക്കയ്ക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് വെണ്ടയ്ക്കൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി ആ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഉണ്ടല്ലോ, നമുക്ക് ഈ വെണ്ടയ്ക്കയെല്ലാം മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ട് ഞാനെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലോട്ട് തന്നെ ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ചേർക്കുന്ന വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒന്ന് കരുതി നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് വെന്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതിയാവും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഇത് അവിടെ കിടന്നൊന്ന് വേവട്ടെ. ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി ഞാനിതൊന്ന് വേവാൻ വെച്ചിട്ട് വേറൊരു പണിയുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ വറ്റൽമുളകുണ്ടല്ലോ, അത് ദാണ്ടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ദാണ്ടെ ഇതുപോലെ പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ പുഴുങ്ങാൻ വെച്ചിരിക്കുന്ന മുട്ടയുടെ തോലൊക്കെ മുകളിലത്തെ ഇതൊക്കെ ഞാനൊന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഇനി നമുക്കൊന്ന് കട്ടാക്കി എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഓരോ മുട്ടയും 8 പീസായിട്ടാണ് കട്ടാക്കി എടുക്കുന്നത്. ദാണ്ടെ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ മുട്ടയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ വെണ്ടയ്ക്കയും മുട്ടയും കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ലെവലാണ് കേട്ടോ. ഒരു വേറെ ലെവൽ ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സവാളയുടെ അവസ്ഥ എന്തായോ എന്തോ, അപ്പോൾ നമുക്ക് അത് അങ്ങോട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് സവാളയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഉണ്ടല്ലോ ഞാനിതിലേക്ക് ഒരു സാധനം ചേർക്കാൻ വിട്ടുപോയായിരുന്നു കേട്ടോ. വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ വെളുത്തുള്ളി നമ്മൾ സാധാരണ നമ്മൾ ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കൂലേ, ആ ഒരു സമയം തന്നെയാണ് ചേർക്കേണ്ടത്. അന്നേരം ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരുമിച്ച് അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെയും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ സവാളയൊക്കെ ഒന്ന് വെന്ത് നല്ല പോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം വരെ മതിയാവും. കളറൊന്നും മാറ്റാൻ നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കുഞ്ഞ് തക്കാളിയെ ഞാൻ ചേർത്തിട്ടുള്ളൂ. വളരെ ചെറിയൊരു തക്കാളി എടുത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി നല്ല പോലെ വെന്തുടഞ്ഞ് വരുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ തക്കാളിയൊക്കെയാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. ഇപ്പോൾ തക്കാളിക്കൊക്കെ എന്താ വിലയല്ലേ. അപ്പോൾ അതാണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർക്കാൻ വിട്ടുപോയി കേട്ടോ. ഇങ്ങനെ പല സാധനങ്ങളും വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓർമ്മ വരുന്നത്, അന്നേരമായിരിക്കും പോയി ചേർക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതുപോലെ തക്കാളിക്ക് വെന്ത് ഉടഞ്ഞ് വരുന്ന ആ ഒരു പാകം എത്തുന്നത് വരെയും വഴറ്റിയെടുക്കാം. ഇപ്പം തന്നെ തക്കാളിക്ക് ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണൊക്കെ ഗരം മസാലയാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഇനി നമ്മളിവിടെ പൊടിച്ച് വെച്ചേക്കുന്ന, അതായത് നമ്മുടെ ചില്ലി ഫ്ലക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കെല്ലാം കൂടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും നല്ല പോലെ വഴറ്റി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ അറിഞ്ഞിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ ഇതൊക്കെ എടുത്തു പറയുന്നത്. അപ്പോൾ അതാണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അത് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഈ മസാലയ്ക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, വെണ്ടയ്ക്കകത്ത് ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി വീണ്ടും ആ ഉപ്പ് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്കയും കൂടെ ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് എല്ലായിടവും മസാലയ്ക്ക് എത്തുന്ന രീതിയിൽ വെണ്ടയ്ക്കയും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം.
ഇപ്പോൾ ദാണ്ടെ എല്ലാം ഒന്ന് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മളിവിടെ പുഴുങ്ങി വെച്ചേക്കുന്ന നമ്മുടെ മുട്ടയുണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ആദ്യം വെണ്ടയ്ക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് വേണം മുട്ട ചേർക്കാനായിട്ട്. കാര്യം മുട്ട ഒരുപാട് നേരമായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് ആയി പോകും. മഞ്ഞക്കരുവും വെള്ളക്കരുവും എല്ലാം സെപ്പറേറ്റ് ആവും. അപ്പോൾ മുട്ട ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അധികം ബലം കൊടുക്കാതെ ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പം അധികം ബലം ഒന്നും കൊടുക്കാതെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. നല്ലൊരു മണവുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇങ്ങനെ നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ആ മസാലയുടെ ആ എരിവും ഒക്കെ ആ മുട്ടയിലോട്ടും വെണ്ടയ്ക്കയിലോട്ടൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് വരണം. അതുവരെയും നമുക്കൊന്ന് 5 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് മറക്കാതെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അതാണ്ട് ഇപ്പോൾ ദാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു വെണ്ടയ്ക്ക മുട്ട മസാലയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ഐറ്റമാണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്കയും മുട്ടയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലെ ഇതുപോലൊരു മസാല ഉണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണമെന്ന് തന്നെ ഇല്ല. വേണമെങ്കിൽ ഒരു ഒഴിച്ച് കറി ഒരു പരിപ്പ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.